കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ന് 1 വർഷം. കശ്മീരിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കി. പഹൽഗാം വാർഷിക ദിനത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ഓർമ്മപ്പെടുത്തി ഇന്ത്യൻ കരസേനയുടെ പോസ്റ്റ്. 2025 ഏപ്രിൽ 22 തെക്കൻ കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ പഹൽഗാം ടൗണിൽ നിന്നും 7 കിലോമീറ്റർ അകലെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ബൈസരൻ പുൽമേട്ടിലാണ് ഭീകരർ വെടിയുതിർത്തത്. നേപ്പാൾ സ്വദേശിയടക്കം 25 വിനോദസഞ്ചാരികളും ഒരു പ്രദേശവാസിയും ഭീകരരുടെ തോക്കിൻമുന്നിൽ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ കൊച്ചി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനും ഉണ്ടായിരുന്നു. ഹണിമൂൺ ആഘോഷിക്കാനെത്തിയ ഹിമാൻഷി നർവാൾ ഭർത്താവായ നേവി ഓഫീസർ ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ മൃതദേഹത്തിന് സമീപമിരിക്കുന്ന ചിത്രം തീരാനോവായി ഇന്നുമുണ്ട്. ലഷ്കർ-എ തയ്യബയുടെ നിഴൽ സംഘടന ദ റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പിന്നീട് കണ്ടെത്തി. ആക്രമണം നടത്തിയ സുലൈമാൻ, അഫ്ഗാനി, ജിബ്രാൻ എന്നിവരെ ജൂലൈയിൽ സൈന്യം കൊലപ്പെടുത്തി. ഭീകരരെ സഹായിച്ച 2 തദ്ദേശീയരെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിന് ശേഷം ജമ്മു കശ്മീരിലെ 44 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി. മിക്കവയും വീണ്ടും തുറന്നെങ്കിലും ബൈസരൻ ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെയായിരുന്നു ഇന്ത്യ തിരിച്ചടിച്ചത്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു. മെയ് 7-നാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക് മണ്ണിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത്. പാക് വ്യോമസേനയുടെ കേന്ദ്രങ്ങളും മുസാഫറാബാദ്, കോഡ്ലി, ബഹവൽപൂർ, മുദ്രിക തുടങ്ങിയ ഇടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളും ഇന്ത്യ തകർത്തു. ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാന്റെ മണ്ണിൽ പതിച്ചു. ഭീകരതയ്ക്ക് പരിശീലനം നൽകിയ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുള്ള പ്രിസിസൺ അറ്റാക്ക് ഇന്ത്യൻ മണ്ണിലേക്ക് പാകിസ്ഥാൻ അയച്ച ഫത്തയടക്കം മിസൈലുകളും ഡ്രോണുകളും ആകാശത്ത് വെച്ചു തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തി വീഴ്ത്തി. ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ നിർണായക ഏടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.